ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പൊ ബീർബഹുട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബീർബഹുട്ടിയിലെ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്, ബേല ഔർ സാഹിബ്. രണ്ടുപേരും ചെറിയ കുട്ടികളാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് സാധാരണ കുട്ടികളെ പോലെ തന്നെ അവർക്ക് ധാരാളം വിനോദങ്ങള്, ഹോബീസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ചുവപ്പും കറുപ്പും വർണ്ണത്തിലുള്ള മഴക്കാല വണ്ടുകളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെയും ഒരു വിനോദമായിരുന്നു. ആ കുട്ടികളെ കുറിച്ചുള്ള കഥയാണ് ബീർബഹുട്ടി അഥവാ മഴക്കാല വണ്ടുകൾ എന്ന് പറയുന്ന ഈ കഥയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടുത്ത ഭാഗത്തേക്കാണ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായുള്ള ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ് में दोनों पास पास बैठते थे. ക്ലാസ്സിലെ രണ്ടുപേരും ബേലയും സാഹിബും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. പാസ് പാസ്, അടുത്തായിട്ട്, നിയർ ബൈ. രണ്ടു കുട്ടികളും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി में काम करते तो दोनों कॉपी में काम करते थे. രണ്ടുപേരും കോപ്പി ബുക്ക് എഴുതുകയാണെങ്കിൽ, ഒരാൾ കോപ്പി ബുക്ക് എഴുതുകയാണെങ്കിൽ രണ്ടാമത്തെ ആളും കോപ്പി ബുക്ക് എഴുതുമായിരുന്നു. ഒരാൾ വായിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആളും വായിക്കുമായിരുന്നു. അപ്പൊ ഒരാൾ എന്താണോ ജോലി ചെയ്യുന്നത് അതേ ജോലി തന്നെ രണ്ടാമത്തെ ആളും ചെയ്യുമായിരുന്നു. കാരണം അവരുടെ ഐക്യം, അവരുടെ യൂണിറ്റി അത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ കോപ്പി ബുക്ക് എഴുതുകയാണെങ്കിൽ രണ്ടാളും കോപ്പി ബുക്ക് എഴുതും. അതേപോലെ തന്നെ വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും വായിക്കുമായിരുന്നു. അതേ രീതിയിലാണ് അവരെ കാര്യങ്ങൾ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി ചെയ്തിരുന്നു എന്നർത്ഥം. കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ. പുസ്തകം വായിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം പഠിക്കുമായിരുന്നു. കിതാബ് പുസ്തകം, ബുക്ക്. കിതാബ് പുസ്തകം, ബുക്ക്. ബുക്ക് വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ബൽക്കി പാട് ബി ഏക് ഹി പഠിത്തേ. അപ്പോ ബുക്ക് വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും ബുക്ക് വായിക്കും. ഒരേ പാഠഭാഗമാണ് വായിക്കുന്നത്, ഒരേ പാഠം. അഞ്ചാമത്തെ പാഠമാണെങ്കിൽ രണ്ടുപേരും അങ്ങനെ തന്നെ, ഏഴാമത്തെ പാഠമാണെങ്കിൽ രണ്ടുപേരും അങ്ങനെ തന്നെ, അങ്ങനെ ഒരേ രീതിയിലാണ് പോകുന്നത്. സാഹിബ് ചമക്കുടി സൻസഥാവൻ മേ വഗ് തൽവാർ ഉരാനീതി. ഇപ്പൊ സാഹിബ് വായിക്കുകയാണ്. സാഹിബിന്റെ പുസ്തകത്തിൽ നോക്കി ഒരു കവിത വായിക്കുകയാണ്. ചമക്കുടി സൻസഥാവൻ മേ വഗ് തൽവാർ ഉരാനീതി. 57 മിന്നിത്തിളങ്ങിയിരുന്ന ആ വാള് വളരെ പുരാതനമായിരുന്നു. ചമക്കുടിന, മിന്നിത്തിളങ്ങുക. ചമക്കുടിന, മിന്നിത്തിളങ്ങുക. സൻസഥാവൻ മേ, സഥാവൻ 57, സഥാവൻ 57. 57 മിന്നിത്തിളങ്ങിയിരുന്ന ആ വാള് പുരാതനമായിരുന്നു. തൽവാർ, വാള്. സോഡ്, സോഡ്, തൽവാർ, വാള്. സോഡ്, തൽവാർ, വാള്. പുരാനീതി, പുരാന, പഴയത്, പുരാതനമായത്. പുരാന, പഴയത്, പുരാതനമായത്. 57 മിന്നിത്തിളങ്ങിയിരുന്ന ആ വാള് പുരാതനമായിരുന്നു, പഴയതായിരുന്നു. അത് സാഹിൽ അത് വായിക്കുകയാണെങ്കിൽ ബേലയും അത് തന്നെ ഏറ്റുവിളിക്കുമായിരുന്നു. കാരണം രണ്ടുപേരും ഒരേ രീതിയിലാണ് പഠനം നടത്തുന്നത്. പഠിത്താത്തോ ബേലാബി. അപ്പൊ ബേലയും ചമക്കുടി സൻസഥാവൻ മേ വഗ് തൽവാർ ഉരാനീതി. പഠിത്തി. രണ്ടുപേരും ഒരേ പാഠഭാഗങ്ങളാണ് വായിക്കുന്നത്. ഒരേ കവിതയാണെങ്കിൽ കവിത, മറ്റുള്ള ഗദ്യമാണെങ്കിൽ ഗദ്യം, രണ്ടുപേരും ഒരേപോലെ. ബേല കവിത. ബഗൻജി പാനി പീനെ ചലി ജാവൂ. ചേച്ചി വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. ബേല ചോദിക്കുകയാണ്, ചേച്ചി വെള്ളം കുടിക്കാൻ പോകട്ടെ. അല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചറെ അല്പം വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. അപ്പോഴേക്കും സാഹിബും അതേപോലെ, ബഗൻജി പാനി പീനെ ചലോ ജാവൂ. ഞാനും പോയിക്കോട്ടെ, ഞാനും പോയിക്കോട്ടെ ടീച്ചറെ, ഞാനും പോയിക്കോട്ടെ ചേച്ചി. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. രണ്ടുപേരും ഒരേപോലെ. ഗണിതത്തെ മാത്സ് ഓഫ് സുരേന്ദ്ര ജി കാ പീരീഡ് കേൾക്കൽ ഡി കെ ബാദ് ആതാ. ഗണിതത്തിന്റെ മാത്സിന്റെ സാറ് സുരേന്ദ്രൻ മാഷ് വളരെ കണിശക്കാരനായിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. ഗണിതത്തിന്റെ ഗണിതത്തിന്റെ അധ്യാപകനായിട്ടുള്ള സുരേന്ദ്രൻ മാഷ്, സുരേന്ദ്ര ജി കാ പീരീഡ് കേൾക്കൽ ഡി കെ ബാദ് ആതാ. ഗേൽ ഗണ്ടി, ഡ്രിൽ പീരീഡ്, കളി പീരീഡ്.
ഗേൽഗണ്ടി PT പീരീഡ്, ഡ്രിൽ പീരീഡ്, കളിക്കാനുള്ള പീരീഡ്. അപ്പം സുരേന്ദ്രൻ മാസ്റ്റർ ക്ലാസ് വരുന്നത് ഡ്രിൽ പീരീഡിന് ശേഷമാണ്. കളിക്കാനുള്ള പീരീഡിന് ശേഷമാണ് മാത്സ് സാറിന്റെ ക്ലാസ്. മാത്സ് ക്ലാസ് വരുന്ന സുരേന്ദ്രൻ മാഷാണ്. വളരെ സ്ട്രിക്റ്റ് ആണ്. ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും നല്ല ശിക്ഷ കൊടുക്കുന്ന അധ്യാപകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാ കുട്ടികൾക്കും സുരേന്ദ്രൻ മാഷ് എന്ന് കേട്ടാൽ പേടി, ഭയം ഉണ്ടാവും. കാരണം അദ്ദേഹം നല്ല ശിക്ഷ കൊടുക്കും. അതാണ് ഗേൽഗണ്ടി കളി പീരീഡ്, ഡ്രിൽ പീരീഡ്. ഗേൽഗണ്ടി കളിക്കാനുള്ള പീരീഡ്, ഡ്രിൽ പീരീഡ്, PT പീരീഡ്. അതിനുശേഷമാണ് കുട്ടികൾക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു. കാമ്പിന ഭയപ്പെടുക, പേടിക്കുക. കാമ്പിന ഭയപ്പെടുക, പേടിക്കുക. और गेलगंडी बाद बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. കളി പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഗേൽഗണ്ടി ബന്ദ് होने से 2 मिनट पहले കളി പീരീഡ് കഴിഞ്ഞ് മാത്സ് പീരീഡ് ആരംഭിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികളെല്ലാം ക്ലാസ്സിലെത്തി. കാരണം വഴുകി വന്നാൽ അദ്ദേഹത്തിന്റെ മാത്സ് പീരീഡ് ക്ലാസ്സില് വഴുകി വന്നാൽ ആരായാലും ശരി, ലേറ്റ് ആയി വന്നാൽ തക്കതായ ശിക്ഷ ലഭിക്കും. അപ്പൊ അവര് കുട്ടികളൊക്കെ 2 മിനിറ്റ് മുമ്പേ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എത്തുമായിരുന്നു. പകലേക്ക് അപ്പനി ജഗോപ്പറാക്കർ കഴിഞ്ഞത് അവരവര് താന്താങ്ങളുടെ സ്ഥലങ്ങളിലെ സ്ഥലം സീറ്റ് അവരവരുടെ സീറ്റില് കുട്ടികളെ വന്നിരിക്കും. കാരണം സുരേന്ദ്രൻ മാഷാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകനാണ്. വിദ്യാർത്ഥികൾക്കെല്ലാം അദ്ദേഹത്തെ വളരെ പേടിയുണ്ട്. വളരെ നേരത്തെ തന്നെ വൈകാതെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എത്തും. സുരേന്ദ്രൻ ജി മാത്സ് ബിസി പീരീഡ് में കോപ്പി ചാൻസ് ചെയ്ത് അദ്ദേഹം തന്റെ പീരീഡ് വന്നു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കോപ്പി ബുക്ക് നോക്കും. അദ്ദേഹം കോപ്പി ബുക്ക്, അതേപോലെ തന്നെ ഹോംവർക്കുകളെല്ലാം ശരിയായി ചെയ്തിട്ടുണ്ടോ, ഹോംവർക്ക് ചെയ്യാത്തവരാരാണ്, അതൊക്കെ അദ്ദേഹം കൃത്യമായി നോക്കും. എന്തെങ്കിലും ചെറിയൊരു തെറ്റ് കണ്ടാൽ മതി, ശക്തമായിട്ട് അവർക്ക് ശിക്ഷകൾ അദ്ദേഹം കൊടുക്കും. കോപ്പി ജാഞ്ച് ചെയ്ത് ജാഞ്ചിന പരിശോധിക്കുക, ഇൻസ്പെക്ട്. ജാഞ്ചിന പരിശോധിക്കുക, ഇൻസ്പെക്ട്. കോപ്പി ബുക്ക് പരിശോധിക്കും. കോപ്പി എഴുതാത്തവരാരാണ്, ഹോംവർക്ക് ചെയ്യാത്തവരാരാണ്, അവർക്കൊക്കെ തക്കതായ പണിഷ്മെന്റ്, ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. ജാഞ്ചിന അന്വേഷിക്കും, ജാഞ്ചിന പരിശോധിക്കുക, ഇൻസ്പെക്ട്. ജരാസി ഗലത്തിപ്പർ ചെറിയൊരു തെറ്റ് കണ്ടാൽ മതി. ഗലത്തി തെറ്റ് ചെറിയൊരു തെറ്റ് കണ്ടാൽ മതി, അദ്ദേഹം പണിഷ്മെന്റ് കൊടുക്കും. ജരാസി ഗലത്തിപ്പർ ബച്ചോംകോ ഇധർ ഉധർ ഫേങ്കത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ പിടിച്ച് ഉലയ്ക്കും. ഫേങ്കിന പിടിച്ചു വലിക്കുക, ഫേങ്കിന പിടിച്ചു വലിക്കുക, ഉലയ്ക്കുക, പിടിച്ചു വലിക്കും. ന്യാപഡ് മാർനേലെത്തേത്തോ നന്നായി പ്രഹരിക്കും. ന്യാപഡ് പ്രഹരിക്കുക, തല്ലുക. ന്യാപഡ് പ്രഹരിക്കുക, തല്ലുക, ശിക്ഷിക്കുക. നല്ലതുപോലെ ശിക്ഷിക്കും, അടിയൊക്കെ കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുലയ്ക്കും. അതൊക്കെ അദ്ദേഹം ചെയ്യും. ന്യാപഡ് മാർനെ ഉൽക്കാ ഹാത്ത് ചലനാ ശുਰੂ അദ്ദേഹത്തിന്റെ കൈ തല്ലാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കൈ പെട്ടെന്നൊന്നും വിശ്രമിക്കില്ല, നല്ലവണ്ണം കൊടുക്കുന്ന അർത്ഥം. ഉൽക്കാ ഹാത്ത് ചലന ശുਰੂ होता, ശുਰੂ करना ആരംഭിക്കുക, സ്റ്റാർട്ടിംഗ്. ശുਰੂ करना ആരംഭിക്കുക, സ്റ്റാർട്ടിംഗ്. അദ്ദേഹത്തിന്റെ കൈ ശിക്ഷിക്കാൻ ആരംഭിച്ചാൽ, തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും നിർത്തുന്ന പരിപാടിയില്ല. ശുਰੂ होता तो रुकना भूल जाता था. रुकना നിർത്തുക, സ്റ്റോപ്പ്. രുക്കിന നിർത്തുക, സ്റ്റോപ്പ്. അപ്പൊ അദ്ദേഹം തന്റെ കൈ കൊണ്ട് തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുന്ന കാര്യം മറന്നു പോകുമായിരുന്നു. ഭൂൽ ജാന മറന്നു പോവുക, ഭൂൽ ജാന മറന്നു പോവുക, ഫോർഗെറ്റിംഗ്. ഭൂൽ ജാന മറക്കുക, ഫോർഗെറ്റിംഗ്. അപ്പൊ അദ്ദേഹം തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് നിർത്തുന്ന കാര്യം മറക്കും എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം തല്ലി പോകുന്ന അർത്ഥം. ഭൂൽ ജാന മറക്കുക, ഫോർഗെറ്റിംഗ്. एक दिन सुरेंद्र जी मैथ्स में बेला के बालों में पंजा फसाया. ഒരു ദിവസം സുരേന്ദ്രൻ മാഷ് ബേലയുടെ തലമുടിയിൽ പിടികൂടി. ഒരു ദിവസം സുരേന്ദ്രൻ മാഷ് ബേലാക്കെ ബാലോ മേ പഞ്ചാ ഫസായ. ബാലോ തലമുടി, ബാലോ തലമുടി, ഹെയർ.
തലമുടിയിലെ പിടികൂടി. ബാലോമേ പഞ്ചാഫസാന പിടികൂടുക. പഞ്ചാഫസാന പിടികൂടുക. ഒരു ദിവസം സുരേന്ദ്രൻ മാഷ് ബേലയുടെ തലമുടിയിൽ പിടികൂടി. पर शायद जिस गलती को पाकर वे उसके बाद अगड़कर फेंकने वाले. പക്ഷേ ഏതൊരു തെറ്റിന്റെ പേരിലാണോ അദ്ദേഹം പിടികൂടിയത് അതൊരു തെറ്റല്ല, ഒരു തെറ്റായിരുന്നില്ല. അതറിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ മുടിയിലെ പിടിവിട്ടു. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് തെറ്റിനെ കരുതിയിട്ടാണോ മുടിയിൽ പിടിച്ചത് അത് തെറ്റായിരുന്നില്ല, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ എന്ത് ചെയ്തു, പിടിവിട്ടു. शायद जिस गलती को पाकर वे उसके बाद पकड़कर. അപ്പൊ ഏതൊരു തെറ്റിനെ കരുതിയിട്ടാണോ അദ്ദേഹം മുടിയിൽ പിടിച്ചത്, പകടിന പിടികൂടുക. അപ്പൊ ഏതൊരു തെറ്റിനെ കണ്ടിട്ടാണ് മുടിയിൽ പിടികൂടിയത് അത് തെറ്റായിരുന്നില്ല, അത് അറിഞ്ഞപ്പോ വളരെ പെട്ടെന്ന് മോചിപ്പിച്ചു. फेंकने वाले थे मगर गलती ही नहीं, उन्होंने बेला को छोड़ दिया. बेले പിടിവിട്ടു. ചോടിന പിടിവിടുക, ഉപേക്ഷിക്കുക. ചോടിന പിടിവിടുക, ഉപേക്ഷിക്കുക. അപ്പോ തെറ്റ് തെറ്റല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബേലയെ പിടിവിട്ടു, കയ്യിൽ നിന്ന് ഒഴിവാക്കി. ബേലയ്ക്ക് ഭയഭീത് ചേകരെ കോ ദേഖകർ സാബിൽ ഭൂരി തരകിട്ടാൻ കഴിയാത. ബേലയുടെ ഭയം നിറഞ്ഞ മുഖം, ഭയഭീത് ഭയം നിറഞ്ഞത്, ബേലയുടെ ഭയം നിറഞ്ഞ മുഖം, ചേഹരി മുഖം, ബേലയുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടുകൊണ്ട് ചേഹരേക്കോ ദേഖകർ സാഹിൽ ഭൂരി തരക്. സാഹിൽ വളരെ ഭയങ്കരമായിട്ട്, ഭൂരി തരക് ഭയങ്കരമായി, വളരെ മോശപ്പെട്ട രീതിയിൽ, ഭൂരി തരക് മോശപ്പെട്ട രീതിയിൽ. ടർ ഗയാദ, ടർന ഭയപ്പെടുക. സാഹിൽ വളരെയധികം പേടിച്ചു പോയി. ടർന ഭയപ്പെടുക, പേടിക്കുക. ടർന ഭയപ്പെടുക, പേടിച്ചുപോയി. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാംപ് രഹേ थे. അപ്പോൾ അവൻ നോക്കുമ്പോൾ ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പാവ് കാല്, ഫുട്ട് പാവ് കാൽപാദം, കാലുകൾ ഫുട്ട്. അപ്പൊ അവൻ നോക്കുന്ന സമയത്ത് ബേലയുടെ കാലുകൾ ഇപ്പോഴും കാംപിന വിറയ്ക്കുക, ഷിവറിംഗ്, കാംപിന വിറയ്ക്കുക, ഷിവറിംഗ്. അപ്പൊ അവൻ നോക്കുന്ന സമയത്ത് ബേലയുടെ കാലുകൾ വിറച്ചുകൊണ്ടിരിക്കുന്നു. അവൾ പേടിച്ച് വിറയ്ക്കുകയാണ്. ഷിവറിംഗ് വിറയ്ക്കുക, കാംപിന വിറയ്ക്കുക. അവളുടെ കാലുകൾ വിറയ്ക്കുകയാണ്. ജൈസേ വക് ഗഡേ ഗഡേ അഭി ഗിർ ജായി. ഇപ്പൊ അവളെ കണ്ടാൽ തോന്നും അവളിപ്പോ താഴെ വീഴുന്നത് പോലെയാണ്. കാലൊക്കെ വിറച്ച് താഴെ വീഴും എന്ന അവസ്ഥയിലാണ്. അഭി ഗിർ ജായി, ഗിർന താഴെ വീഴുക, ഗിർന താഴെ വീഴുക. അപ്പൊ അവളെ കണ്ടാൽ എന്താ അവസ്ഥ? ഇപ്പൊ താഴെ വീഴും എന്ന അവസ്ഥയാണ്. ഗിർജായി. സുരേന്ദ്ര ജി मैंने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा. സുരേന്ദ്രൻ മാഷ് കോപ്പി ബുക്ക് അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. കോപ്പി ബുക്ക് അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുകയാണ്. മാത്സാബിനെ കോപ്പി കോ ഉസ്കെ बैठने की जगह, बैठने की जगह ഇരിക്കുന്ന സ്ഥലം, ജഗഹ് സ്ഥലം, ജഗഹ് സ്ഥലം, അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചങ്ങോട്ട് എറിയുകയാണ്. ജഗഹ് पर फेंकते हुए, फेंकना एरिगा, थ्रो, फेंकना एरिगा, थ्रो. അങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ബുക്ക് അവിടെ എറിഞ്ഞുകൊണ്ട് പറയുകയാണ്. फेंकते हुए कहा बैठ अपनी जगह पर. നിന്റെ സ്ഥലത്തിരിക്കെ, നിന്റെ സീറ്റിലിരിക്കെ. കോപ്പി ബുക്ക് എറിഞ്ഞു. അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കോപ്പി ബുക്ക് എറിഞ്ഞുകൊണ്ട് പറയുകയാണ്, നിന്റെ സ്ഥലത്തേക്ക് ഇരിക്കെ. ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് സുരേന്ദ്രൻ മാഷ്. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമത്തിലായി. ഖരാബ് ഹോന പ്രയാസത്തിലാവുക, വിഷമിക്കുക, വിഷമിക്കുക. ബേലയുടെ മനസ്സ് ഭയങ്കരമായ ദുഃഖം, പ്രയാസം, വിഷമം എല്ലാം. मैंसाब चाहे मुझे पीड़ लेते मगर साहिल के सामने. मैंसाब തന്നെ ശിക്ഷിച്ചോട്ടെ, मुझे पीड़ लेना ശിക്ഷിക്കുക. मैंसाब തന്നെ ശിക്ഷിച്ചോട്ടെ, അതിനൊന്നും വിഷമമില്ല. പക്ഷെ അത് സാഹിൽ കാണുമ്പോൾ ശിക്ഷിച്ചു, അതാണ് കുഴപ്പം. സാഹിൽ കാണുന്ന സമയത്ത്, കാരണം സാഹിലിന്റെ നോട്ടത്തിൽ താൻ നല്ല കുട്ടിയാണ്, സാഹിലിന്റെ മുമ്പാകെയാണ് താൻ ശിക്ഷിക്കപ്പെട്ടത്. അതാണ് ഇപ്പൊ അവളുടെ വിഷമം. അല്ലാതെ മേസാബ് ചീത്ത പറഞ്ഞതിലോ തല്ലിയതിലോ ഒന്നും അവൾക്ക് വിഷമമില്ല. പക്ഷെ സാഹിലിന്റെ മുമ്പിൽ താൻ നല്ല കുട്ടിയാണ്, നല്ല പിള്ളയാണ്. അത്
ആ കാര്യത്തിലാണ് അവൾക്ക് പ്രയാസമാവുന്നത്. मैं सब चाहे मुझे पीड़ लेते मगर साहिल के सामने സാഹിലിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് തനിക്ക് ശിക്ഷ കിട്ടിയത്. അവിടെയാണ് അവൾക്ക് വിഷമം വന്നത്. വഗ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിദ മഹ്സൂസ് കർ രഹി थी. അപ്പോ സാഹിലിന്റെ മുമ്പില് വളരെയധികം ലജ്ജിതയായതുപോലെ, ശർമിദ ലജ്ജിക്കുക, നാണം കെടുക, ശർമിദ ലജ്ജിക്കുക, ഷെയിം ഷെയിം നാണം കെടുക, വളരെ ലജ്ജ. സാഹിലിന്റെ മുമ്പിൽ താൻ കൊച്ചായതുപോലെ, തന്റെ വില പോയതുപോലെ ലജ്ജിക്കുക, നാണക്കേട് അനുഭവപ്പെട്ടു. ശർമിദ ലജ്ജിക്കുക, മഹസൂസ് കർണ അനുഭവപ്പെടുക, മഹസൂസ് കർണ അനുഭവപ്പെടുക. സാഹിലിന്റെ മുമ്പില് താൻ വെറും ഒരു കൊച്ചായതുപോലെ, തന്റെ വിലയെല്ലാം ഇല്ലാതായതുപോലെ അനുഭവപ്പെടുക. മഹസൂസ് കർ രഹി थी क्योंकि वह जानती थी कि वह साहिल की नजर में, സാഹിലിന്റെ ദൃഷ്ടിയിലെ നസർ ദൃഷ്ടി, നോട്ടം, നസർ ദൃഷ്ടി, നോട്ടം. അപ്പൊ സാഹിലിന്റെ ദൃഷ്ടിയിൽ താൻ നല്ല കുട്ടിയാണ്, എപ്പോഴും നല്ല കുട്ടിയാണ്. പക്ഷേ ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ അവൾക്ക് വിഷമമുണ്ട്, ലജ്ജിതയാണ്, നാണക്കേടുണ്ട്, എല്ലാ പ്രയാസവും ഉണ്ട്. നസറിനെ ബഹുത്ത് അജീഹെ, സാഹിലിന്റെ നോട്ടത്തിൽ അവൾ നല്ല കുട്ടിയാണ്, ബഹുത്ത് അജീഹെ നല്ല കുട്ടിയാണ്. പക്ഷെ അതിപ്പോ പോയി. ജബ് വ ഉസ്കെ പാസ് ആക്കർ ബൈട്ടി, അപ്പൊ അവന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഉസ്കെ പാസ് ആക്കർ, അവന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ബൈട്ടി ഉസ്സെ നസർ നഹി മിലാ പായി, അവനെ നോക്കാൻ കഴിയുന്നില്ല. സാഹിലിന്റെ മുഖത്ത് നോക്കാൻ പോലും ശേഷിയില്ല. കാരണം താൻ സാഹിലിന്റെ മുമ്പിൽ കൊച്ചായതുപോലെ, തന്റെ വില ഇല്ലാതായതുപോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. സാഹിലിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ധൈര്യമില്ല. കാരണം താൻ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. ഓക്കെ, അടുത്ത എപ്പിസോഡില് വീണ്ടും കാര്യങ്ങൾ പറയുന്നതാണ്.